നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5000 രൂപ വരെ 3 ലക്ഷം രൂപ തുടങ്ങി കൊടുക്കുന്ന ഒരു സ്കീം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ST ചാനലിൽ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ 2-3 ആപ്ലിക്കേഷൻസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുന്നത്. വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രോഗങ്ങളുള്ള ആളുകൾ, സാധാരണ നമുക്ക് ഈ പറഞ്ഞ പോലെ ധനസഹായം വേറെ എങ്ങും ലഭിക്കാത്ത ആളുകൾക്ക് എല്ലാം വളരെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോയാണിത്. കാര്യം എന്ന് പറഞ്ഞാൽ 5000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഇതിൽ ആപ്ലിക്കേഷൻ ഒരുപാട് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷവും നമുക്കത് കൊടുക്കാനുള്ള സമയം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഗുരുതര രോഗങ്ങളുള്ളവർ, പിന്നെ അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവർ, അതായത് പ്രകൃതിക്ഷോഭങ്ങളാൽ വീട് നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള വിവിധ കാറ്റഗറികൾക്ക് നമുക്കിതിൽ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതിൽ അപേക്ഷ നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പം രോഗസംബന്ധമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഓഫീസർ, അതായത് ഏത് ആശുപത്രിയിലാണ് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇതിന്. അപ്പോൾ ഈ പറഞ്ഞ വൃക്ക സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ അങ്ങനെ ഗുരുതര രോഗങ്ങൾക്ക് നല്ലൊരു എമൗണ്ട്, 3 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നിങ്ങളുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് അതിൻ്റെ ഒരു ഏകദേശ എമൗണ്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാനായി ഞാൻ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ്, വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം എന്നാണ് ഇതിനകത്തെ ഒരു ഏക നിബന്ധന. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ റേഷൻ കാർഡ്, പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് തുടങ്ങിയവയെല്ലാം വെച്ചിട്ട് നമ്മൾ CMO പോർട്ടലിൽ നമ്മളൊരു നിങ്ങളുടെ ID ഉണ്ടാക്കിയതിന് ശേഷം അതിലൂടെയാണ് ഞങ്ങൾ ഈ അപേക്ഷ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ അപേക്ഷ ചെയ്യുവാനായിട്ട് ഈ പറഞ്ഞ പോലെ രോഗിയുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ വേണം. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റാണ് ഈ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതുമായിട്ടൊരു അന്വേഷണം നടത്തി യോഗ്യരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ധനസഹായത്തിന് അർഹത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിലേക്ക് നേരിട്ട് ഈ എമൗണ്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്കീമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ചികിത്സയ്ക്കും മറ്റും പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ ഈ സ്കീമുകളെക്കുറിച്ച് അറിവില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ കോമൺ സർവീസ് സെൻറ്ററിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ഭാരത് സർക്കാർ സംരംഭമായി പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്റർ നമ്മുടെ കേരളത്തിലും ഒരുപാട് സേവനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ കൂടെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ സഹായ പദ്ധതിയിൽ തന്നെ, മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ പദ്ധതിയിൽ തന്നെ നമ്മൾ കിടങ്ങന്നൂരുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരു 100 ആപ്ലിക്കേഷനോളം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സൈറ്റ് ഓപ്പൺ ആകുകയുണ്ടായി. അപ്പോൾ അതിലും നമ്മൾ പുതിയ ആപ്ലിക്കേഷൻസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് അർഹരായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് അർഹരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ധനസഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലും അതുപോലെ തന്നെ ഈ സഹായം ആവശ്യമുള്ളവരിലും എത്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ.